ഹേ ഗായ്സ്, അപ്പം തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ആലോചിച്ച് നിന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ മീൻ ഇരിക്കുന്നുണ്ട്, കഷ്ണം മീൻ. അപ്പം ഉമ്മ എന്നാൽ മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ ഓക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഞാനായിട്ട് ഉണ്ടാക്കാൻ വന്നപ്പോൾ ഉമ്മ എന്നോട് ഈ ഉണ്ടാക്കുമോ, എനിക്കറിയൊന്നുമില്ല. പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യൽ യൂട്യൂബിൽ ഷാൻജിയോൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഓക്കെ പറഞ്ഞ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്, ഇൻട്രോ എടുക്കുന്നത്. കാരണം മുമ്പേ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഉപ്പ വന്നിട്ടുണ്ട്. ഇപ്പം 5 വർഷമായിട്ടോ ഗൾഫിൽ പോയിട്ട്. 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ലീവിന് വന്നത്. മെഞ്ഞാന്നാട്ടോ വന്നത്. ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് വന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരുമായിരുന്നു. പറയാണ്ട് പെട്ടെന്നാട്ടോ വന്നത്. ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പോൾ ഉപ്പാക്കൊരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഉപ്പാക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ ബിരിയാണി ഒന്നും ഉണ്ടാക്കലൊക്കെ ഉമ്മ ഉണ്ടാക്കൽ, നോർമൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ. ഇതുപോലെ ഇടയ്ക്കെപ്പെങ്കിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നല്ലാണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പരീക്ഷിച്ച് ഉപ്പാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാലക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ ഉള്ളി, കുഞ്ഞ് ഉള്ളി കേട്ടോ. നോക്കി 6 എടുത്തേക്ക്. വലിയ തക്കാളി 3, പിന്നെ ഇതിനകത്ത് ഒരു 5 പച്ചമുളകും പിന്നെ ഒരു തുടം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അരച്ച് വെച്ചതാണ്. ഇത് നമ്മളെ ചോറിലേക്കും മസാലയ്ക്കും ഉള്ള പട്ടയും ഗ്രാമ്പു ഏലക്കായ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ പാനിലാണ് കേട്ടോ ചോറുണ്ടാക്കാൻ പോകുന്നത്. ചോറല്ല ഗൈസ്, മസാല. നമ്മൾ മീനും ഇത് അവിടെ പെരക്കി റെഡിയാക്കി വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂട്ടി അരച്ച് അതും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പെരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ നമ്മൾ ചൂടാക്കാൻ വെച്ചത്. ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഉള്ളി വാട്ടിയെടുത്ത് മാറ്റി വെക്കണം. ഇപ്പോൾ ഉപ്പ അങ്ങാടി പോയി വരുമ്പോൾ കുറേ ഡയറി മിൽക്ക് കൊണ്ടുവന്ന് കിട്ടോ. മക്കൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അടിച്ചു മാറ്റിയിട്ട് ബാക്കി എടുത്ത് വെക്കണം, ഇല്ലേ കിട്ടൂല. നാപ്പതിൻ്റെ തോന്നുന്നുണ്ട്. ഒന്നേ അടുത്ത് ബാക്കി കുട്ടികൾ വയറല കൂട്ടോ. കൊണ്ട അമ്മ പൊട്ടിച്ചേരാ, കൊണ്ട ഞാൻ പൊട്ടിച്ചേരാ. കൊണ്ട എനിക്ക് പൊട്ടിക്കാൻ തരൂല, ഭയങ്കര വിശ്വാസം തന്നെ. കൊണ്ട ഞാൻ പൊട്ടിച്ചേരാ, ഞാൻ പൊട്ടിക്കാ. കൊണ്ട പൊട്ടിച്ചേരാ. കൊണ്ട ബിരിയാണി മാമ്പോ, ഇത് ബിരിയാണി മാമ്പോ അല്ല. അപ്പോൾ ഗൈസ്, ഇത് നെയ്യും പിന്നെ ആ ഉള്ളി ആക്കിയ എണ്ണയും കൂടിയിൽ നമ്മളെന്താക്കി പട്ട ഗ്രാമ്പു ഏലക്കായ് ഇതൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരച്ച് വെച്ച് ഇട്ടിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ തക്കാളി ഇട്ട് വാടിയതിന് ശേഷം നേരത്തെ വാട്ടി വെച്ച ഉള്ളി അതിനകത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് എന്നിവ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ മസാല ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറ് വെക്കാൻ ഞാൻ ഇവിടെ പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വെള്ളം അളവ് കണക്കാക്കി അത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ അരി കഴുകിയൊക്കെ ഒന്ന് സെറ്റാക്കി അടുപ്പത്തിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അരിയൊക്കെ ഇട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ അപ്പുറത്ത് ഞാനിപ്പോൾ മീൻ പൊരിക്കാനുള്ള പാനാട്ടോ. ഇത് മീൻ പൊരിക്കാനുള്ള പാനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മീൻ വേഗം പൊരിച്ചെടുക്കുക ചോറാകുമ്പോഴത്തേനും. പിന്നെ ഇത് കറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന മീനായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. അപ്പോൾ ഉള്ളത് മുഴുവൻ നമുക്ക് എന്തായാലും പൊരിച്ച് വെക്കാം. ഞാൻ നേരത്തെ പെരക്കി വെച്ച മീനാണ് കേട്ടോ. ഒരു ട്രിപ്പ് മീൻ ഇത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് അവിടെ നിന്ന് പൊരിയട്ടെ. അപ്പോൾ നമ്മളത് ഇപ്പുറത്ത് നിന്നിട്ട് നമ്മളെ ചോറും നല്ല തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടായിട്ടുള്ളത്. നല്ല ബിരിയാണിച്ചോറിന് മണമൊക്കെ വരുന്നുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടാം. അപ്പോൾ ഒരു ട്രിപ്പ് മീൻ ഞാനിവിടെ പൊരിച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് ട്രിപ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ആക്കി വെച്ച മസാലയിലൊക്കെ പൊരിച്ച മീനും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മല്ലിച്ചപ്പും പുതിന കേട്ടോ ഞാൻ ഈ വാരി വെതറുന്നത്. ലേശം ഗ്രേവി ആയിട്ടാണ് മസാല ഉള്ളത്, കുറച്ച് വെള്ളം പോലെ, കാരണം ദമ്മ് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. അപ്പോൾ അത് തിളച്ച് വേവണമല്ലോ, ഒന്നും കൂടി മീനൊക്കെ ഒന്ന് അതിലേക്ക് മിക്സ് ആക്കിയൊക്കെ പിടിച്ച് റെഡി ആയി വരണം. അപ്പോൾ ഇത്തിരി ഗ്രേവിയോടെയാണ് ഉള്ളത്. മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇതാ ഫസ്റ്റ് ലെയർ റൈസ് അതിനകത്തേക്ക് ഇടുകയാണ് കേട്ടോ. കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. അടിയിലാണ് മസാല വരിക, പിന്നെ മേലേക്ക് 3 ലെയർ പോലെ ആക്കിയിട്ട് അങ്ങനെ ദമ്മിടാനാണ്. എന്നിട്ട് കുറച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്, ഒരു 3/4 വേവ് ആയിട്ടുള്ള ചോറാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ലെയർ ഇതാക്കിയിട്ട് ദമ്മിട്ടിട്ട്, പിന്നെ അത് നേരത്തെ വാട്ടി വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്ത് വെച്ചതായിരുന്നു. അതും ലേശം മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിത് 3 ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരാം. ഓക്കെ. അപ്പോൾ 2 സ്പൂൺ നെയ്യും കൂടി ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട്, ഒറ്റ മേലത്തെ ലെയറിൽ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ കുറച്ച് നേരം വേവിക്കാം കേട്ടോ. ഇതിൽ കൈയിട്. കിട്ടിയാ 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 നോക്കട്ടെ. ഓ പോക്കറ്റിലെന്തോ ഇട്ടിക്ക്. എന്തുള്ള വള കുപ്പായിട്ടില്ലല്ലോ, കുപ്പായിട്ടിടുക. ഓൻ്റെ പോക്കറ്റിലൊരു സാധനം ഉണ്ട്, ഒരു സാധനം പറയാൻ പറ്റില്ല, എടുത്തു കൊടുക്കണ്ട കേട്ടോ. തൊള്ളയിലിടുന്നതിന് ഉമ്മി അവനറിയാണ്ട് പോക്കറ്റിലിട്ടത് ഒരു കുഞ്ഞി സാധനം. അതെന്തോ പറഞ്ഞോണ്ട് പോന്ന്. എന്താ പറഞ്ഞേ? പോപ്പോട്ടോ? എന്ത് പോപ്പോട്ട്? അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി ഇതാ ഇവിടെ ദമ്മൊക്കെ ഇട്ട് ഒരു 10-20 മിനിറ്റ്, ചോറും ഇതൊക്കെ വെന്തിണ്ടേനു. ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് ഞാനങ്ങ് ഓഫാക്കി കേട്ടോ. അപ്പോൾ ദമ്മ് പൊട്ടിക്കണം. എന്ത് അതിനൊരു പോക്കറ്റിൽ ഇത്ര പോകുന്നൊരു മൂടി അവൻ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ വാങ്ങുമ്പോൾ കരയുന്നതിന് മുന്നേ എന്താക്കി പോക്കറ്റിൽ ഇട്ട് കൊടുത്ത്. അതാ തപ്പുന്നു. അപ്പോൾ ഗൈസ് ഇനി അത് ദമ്മ് പൊട്ടിക്കണം, കഴിക്കണം. പിന്നെ ഇളക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു, കുണം ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഫുള്ള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഷാൻജിയോൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് കുക്ക് ചെയ്യാൻ. എനിക്കാളെ വീഡിയോ കണ്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും, നല്ല റെസിപ്പിയാണ്. ഞാനത് കണ്ടിട്ടാണ് ചെയ്യൽ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. മീൻ കൊണ്ടുവന്ന് വെച്ചിരുന്ന് കണ്ടപ്പോൾ അങ്ങനെ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വന്നത് കേട്ടോ. ദമ്മ് പൊട്ടിച്ചിട്ട് എന്താ ശരി നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിത് ദമ്മ് പൊട്ടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതിനെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ. മെല്ലെ അടിയത്തെ മീനൊന്നും ഇങ്ങനെ മുറിഞ്ഞു പോകാത്ത രീതിയിൽ അടിയിൽ നിന്ന് എടുക്കുക. അപ്പോൾ ആവി ഇറക്കുമ്പോൾ നല്ല ബിരിയാണീൻ്റെ മണമൊക്കെ ഉണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് കഴിച്ചു നോക്കണമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വായിലിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി അറിയണം കേട്ടോ. അപ്പോൾ ഞാനൊക്കെ വിളമ്പി സെറ്റാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരും കൂട്ടിയിട്ട് വരാം. അപ്പോൾ അത് നമ്മുടെ അയിനുമോന് ബിരിയാണി ആകുമ്പോഴത്തേനും ഉറങ്ങിപ്പോയിട്ടോ. കുറച്ച് ചോറ് വേറെ തിന്നുണ്ടായിരുന്നു. നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ പാലും എടുത്ത് പോകാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. ബിരിയാണി ഇന്നും കാത്തു നിന്നില്ല, നാളെ കൊടുക്കണം. അപ്പോൾ ഗായ്സ് ഇതാ ഉപ്പ ഇവിടെ ബിരിയാണി കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഉപ്പാൻ്റെ അഭിപ്രായം എന്താപ്പാ? ശരിക്കുവാണോ? കളിയാക്കുന്നത് എന്ത് ജീവി? അതാ അത് വിളമ്പി വെച്ചിട്ട് പോയി. ചോറ് കുറേ നേരം അതിലെ വിളമ്പി വെച്ചിട്ട് മണൊക്കെ വരുന്നുണ്ട്. കോണ ഉണ്ടാവേക്കല്ലേ?